നമസ്കാരം അനീഷ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പൊ രാവിലെ സായി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ബിഗ് ബോസ് സെലിബ്രിറ്റിയുടെ ഒരു ബൈറ്റ് എനിക്ക് അനേകം അയച്ചു തന്നു. ഞാനത് കണ്ടു. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം, യേശു കുരിശിൽ ചാട്ടവാർ ഉപയോഗിച്ച് എന്നെ അടിക്കണം എന്നാണ് ഈ സായി എന്ന് പറയുന്ന വ്ളോഗർ അല്ലെങ്കിൽ യൂട്യൂബർ, ഈ ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ട് നടക്കുന്ന ഈ ബഹുമാന്യനായിട്ടുള്ള യൂട്യൂബർ പറയുന്നത്. എനിക്ക് അദ്ദേഹത്തോട് പ്രതികരിക്കാനായിട്ടൊന്നുമില്ല. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരു മറുപടി, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഇയാൾ പറയുന്ന വേർഷൻ. എന്നാൽ എനിക്ക് അയാളോട് പറയാനായിട്ടുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുവാൻ ഞാനല്ല ശ്രമിച്ചത്. ഇന്റർവ്യൂ ചെയ്യുവാൻ വന്ന ആങ്കർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകുകയാണ് ചെയ്തത്. അതിനകത്ത് രേണു സുധിയെ പറ്റിയും രാഹുൽ ദാസ് എന്ന കിച്ചുവിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ, എന്നെ ബാധിക്കപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ പറയുന്നത് ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല, സൗമ്യനായിട്ടിരിക്കണം. അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞെങ്കിൽ, എന്നെ ചാട്ടവാർ കൊണ്ട് അടിക്കണം എന്ന് അയാൾ പറഞ്ഞെങ്കിൽ എന്റെ അഭിപ്രായം എനിക്ക് പറഞ്ഞത് എന്താ കുഴപ്പം? ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആർക്കും ആരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ പോകാനാണ് തീരുമാനിക്കുന്നത്. ചില ബ്ലോഗർമാർ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, ചില ബ്ലോഗർമാർ എന്നെ പറ്റി അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്കെതിരെ നിയമ നടപടികളുമായി നീങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നെ ഉപദ്രവിക്കാനാണ് ഇവരുടെ ശ്രമമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെന്റെ വായിൽ കമ്പിട്ട് കുത്തറിയാണെങ്കിൽ, എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇവർ അടക്കത്തുള്ളെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാണ്. കുടുംബം കലക്കാൻ വന്നത് ഏത് കുടുംബം കലക്കി? എന്ത് കുടുംബമാണ് ഞാൻ കലക്കിയത്? ആരുടെ കുടുംബമാണ് ഞാൻ കലക്കിയത്? ചാട്ടവാർ കൊണ്ട് അടിക്കുന്നത് എന്നെയല്ല. ആ പറഞ്ഞ വ്യക്തിയുടെ ആ വാക്കുകളെ തീർച്ചയായിട്ടും എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധത്തെ പറ്റിയിട്ട്. യുദ്ധം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ സുധിയുടെ മരണപ്പെട്ടു പോയ കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവിന് എതിരെയായിട്ട് നമ്മുടെ ബിഷപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബിഷപ്പിനെ ഒത്തിരി ആളുകൾ എടുത്തിട്ട് പൊങ്കാല ഇട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ എൻ്റെതായിട്ടുള്ള അഭിപ്രായവും ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട്. ഇപ്പോൾ ദേ ബിഷപ്പിന്റെ പുതിയൊരു വോയിസ് കോൾ കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ അനീഷ് ബ്രോയുടെ ചാനലിലാണ്. അപ്പോൾ അനീഷ് ബ്രോയുടെ ചാനലിലാണ് ഈ ഒരു ഫാദറിന്റെ വോയിസ് വന്നിട്ടുള്ളത്. ആ ഒരു വോയിസ് ഫാദർ ഇടാനുള്ള കാരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സായി ഉണ്ടല്ലോ, സായി വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇന്റർവ്യൂവിൽ സായി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഷപ്പ് നമ്മുടെ കിച്ചുവിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം എന്ത് ബിഷപ്പാണ് ഇത്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഒരു ബിഷപ്പിനെ യോജിച്ച തരത്തിലുള്ളതല്ലോ. അപ്പോൾ ശരിക്കും യേശു ക്രിസ്തു കുരിശിലല്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന നമ്മുടെ അച്ഛനെ വന്നിട്ട് ചാട്ടക്കടിച്ചേനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നില്ല, കാരണം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവണം അത്. അപ്പോൾ അങ്ങനെ സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഈ പറയുന്ന അച്ഛൻ വന്നിട്ട് ആ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ഒരു കമന്റ് ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇത് പറയുന്നത് ഞാനല്ല, അനീഷാണ് പറയുന്നത്. അതായത് അനീഷിന്റെ ചാനൽ നമുക്ക് അറിയാമല്ലോ, അറിയാവുന്ന ആളുകൾക്ക് അറിയാം. അദ്ദേഹമാണെങ്കിൽ ഏറ്റവും കൂടുതൽ രേണു സുധിയെ വിമർശിച്ചിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ പറയുന്ന അനീഷ്. പുള്ളിക്കാരന്റെ ചാനലിൽ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ രേണു സുധി കണ്ടന്റ് തന്നെയായിരിക്കും. പൊന്നു പ്രേക്ഷകരെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം രേണു സുധിക്ക് ക്യാൻസർ ആണ് എന്നൊക്കെ മനസ്സിലാക്കിയതോടുകൂടി ആയിരിക്കണം പുള്ളിക്കാരൻ കൊണ്ടങ്ങ് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് സന്തോഷവും നന്ദിയും മാത്രമേ ഉള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിന്റെ ഭീകരത എത്രത്തോളമാണെന്ന്. അപ്പോൾ ഒരു ക്യാൻസർ പേഷ്യന്റിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും സപ്പോർട്ട് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് നന്മ വരും എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അനീഷ് പറയുന്നതെന്ന് പറഞ്ഞാൽ, സായിയുടെ ആ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ നമ്മുടെ ബിഷപ്പ് വന്നിട്ട് കമന്റ് ഇട്ടത് കണ്ടിട്ട് ആ പുള്ളിക്കാരൻ നേരെ ബിഷപ്പിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വിളിച്ച സമയത്തിന് ബിഷപ്പ് കുറെ കാര്യങ്ങൾ ഈ പറയുന്ന അനീഷിനോട് സംസാരിച്ചു. അപ്പൊ ആ അനീഷിന്റെ ചാനലിലൂടെയാണ് നമ്മുടെ ബിഷപ്പിന്റെ പുതിയ വോയിസ് പുറത്തേക്ക് വരുന്നത്. അതിലും ഈ പറയുന്ന കിച്ചുവിനെ വെറുതെ വിടാതെ തന്നെയാണ് ബിഷപ്പ് സംസാരിക്കുന്നത് എന്നതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇവിടെ ശ്രീതു ഉണ്ടല്ലോ, ശ്രീതുവിനെ നമുക്കറിയാം, നമ്മുടെ രേണു സുധിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് ഈ പറയുന്ന ശ്രീതു. അപ്പോൾ ഈ ഒരു ശ്രീതു പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അനീഷ് അച്ഛനെ കോണ്ടാക്ട് ചെയ്തത് ഈ പറയുന്ന നമ്മുടെ സായിയുടെ ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നിട്ട് അച്ഛൻ കമന്റ് ഇട്ടത് കൊണ്ടല്ല, അല്ലാതെ തന്നെ അവർ തമ്മിൽ പരസ്പരം എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അച്ഛനും അനീഷും തമ്മിൽ നല്ലൊരു ബന്ധമാണ് മുന്നോട്ടുള്ളത്. അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട് എന്നാണ് ശ്രീതു പറയുന്നത്. ഒരുപക്ഷെ ശ്രീതുവിന് അതേക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ സാധിക്കുമായിരിക്കും, കാരണം രേണുസുധിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ. അപ്പൊ അതങ്ങനെയാണ് കാര്യം. അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാണ് ആ ഒരു കൊച്ചു പയ്യനെ ഇതിലേക്ക് വലിച്ചിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു പയ്യൻ അയാളുടെ കാര്യങ്ങൾ നോക്കി അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിക്കുന്നു. ചെറുപ്പത്തിൽ അയാൾ എന്തൊക്കെയോ കാണിച്ചു എന്നൊക്കെ പറയുന്നു.
ഇപ്പോഴും അച്ഛന്റെ വായിൽ നിന്ന് വരുന്നത് ഭീഷണി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒടുവിൽ അച്ഛൻ വിരൽ ചൂണ്ടുന്നത് കിച്ചുവിന് നേരെ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന സായി അച്ഛനെ കുറിച്ചിട്ട് ചാട്ടവാറിനടിക്കണമെന്നോ റെമോയെ പോലെയും അമ്പിയെ പോലെയും പെരുമാറുന്നു എന്നൊക്കെ ഈ പറയുന്ന അച്ഛനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞെന്ന് പറഞ്ഞാല് അച്ഛൻ ഒരു സമയത്ത് വളരെ ശാന്തമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് മീഡിയക്കാരെ കണ്ടു കഴിയുമ്പോൾ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുമ്പോൾ അച്ഛന്റെ മുഖത്ത് പല പല ഭാവങ്ങൾ വരുന്നുണ്ട്. ശരിക്കും അമ്പിയും അനിയനും റെമോയും ഒക്കെ അച്ഛന്റെ ഫേസിലൂടെ പുറത്തു വരുന്നു എന്ന് സായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സായിയോടാണ് ചോദിക്കേണ്ടത് അച്ഛൻ. അല്ലാണ്ട് ആ ഒരു വിഷയത്തിലും കിച്ചുവിനെ ഫോളോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ആ ഒരു പയ്യൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങളെ എന്തെങ്കിലും ദ്രോഹത്തിന് ആ ഒരു ചെക്കൻ വരുന്നുണ്ടോ? അതാണ് എനിക്ക് ഇവിടെ ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്. അതായത് ഈ പറയുന്ന സായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായിയോട് നേരിട്ട് ഫോൺ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ചോദിക്കുക. അല്ലാണ്ട് അത് വേറൊരാൾ വഴി, ഇപ്പൊ അനീഷ് ബ്രോ വഴി ആണെങ്കിൽ പോലും സംസാരിച്ച് കഴിയുമ്പോൾ എന്താണ്, അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യും. അത് അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ. അച്ഛന് ബുദ്ധി കുറവൊന്നുമില്ലല്ലോ, നല്ല ബുദ്ധിയുള്ള വൈദികൻ തന്നെയാണ് അച്ഛൻ. അപ്പോ അത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അച്ഛൻ ഈ പറയുന്ന അനീഷിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് അച്ഛനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു ആരോപണം സായി പറഞ്ഞപ്പോ അച്ഛന് എന്തുകൊണ്ടും സായിയെ വിളിച്ച് സംസാരിക്കുന്നതായിരുന്നു കുറച്ചുകൂടി മാന്യത. അത് ആരും അറിയില്ലായിരുന്നല്ലോ, നിങ്ങൾ തമ്മിൽ മാത്രമല്ലേ അറിയാമായിരുന്നു. അപ്പൊ അച്ഛനും രേണുസുധിയെ പോലെ തന്നെയാണ്. അച്ഛൻ എപ്പോഴും നെഗറ്റീവിലൂടെ നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് അച്ഛനും ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും വൈദികന്മാരെ ഒരുപാട് പേര് നമുക്കറിയാം, അതായത് പേഴ്സണലായിട്ട് അറിയില്ല, എന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലരെയും കാണാറുണ്ട്. ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഓരോരോ അവരുടേതായിട്ടുള്ള പ്രയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അവരുടെ പ്രാർത്ഥനകൾ ഒക്കെ യൂട്യൂബിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മതത്തെ സപ്പോർട്ട് ചെയ്തിട്ട് പല വൈദികന്മാർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ഒരുപാട് വിപരീതമായിട്ടാണ് ഈ പറയുന്ന ഫാദർ നോബിൾ ഫിലിപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെയൊക്കെ നമുക്ക് അദ്ദേഹത്തോട് വളരെയധികം റെസ്പെക്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്യം പറയാമല്ലോ, നേരത്തെ അത്രയും റെസ്പെക്ട് ഇല്ല എന്ന് വേണം പറയാനായിട്ടുള്ളത്. കാരണം അദ്ദേഹം തന്നെ അത് കൊണ്ടുപോയി തൊലച്ചു കളഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആര് എന്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ അടിയിൽ പോയി അങ്ങ് കമന്റ് ഇടും. അത് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ. ഇപ്പൊ നേരത്തെ നമ്മൾ രേണുസുധിയെ തെറി വിളിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അടിയിൽ വരും പുള്ളിക്കാരൻ കമന്റ് ഇടാനായിട്ട്. രേണുസുധിയുടെ ഫ്രണ്ടിനെ നമ്മൾ അധിക്ഷേപിച്ച് വീഡിയോ ചെയ്താലും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അച്ഛൻ ചെയ്യുന്നത് എന്താണ്? ഇപ്പോ സായി കൊടുത്തൊരു ഇന്റർവ്യൂ, അതിന്റെ അടിയിൽ ചെന്നിട്ട് അച്ഛന് കമന്റ് ഇടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. കമന്റ് ഇട്ട് കഴിയുമ്പോൾ അത് 10 പേര് കാണുമെന്നും മറ്റുള്ളവർ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമെന്നും അച്ഛന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഡയറക്റ്റ് വേണമെങ്കിൽ സായിയോട് സംസാരിക്കാമായിരുന്നു. പക്ഷെ അച്ഛൻ ഇവിടെയും ചെയ്തത് എന്താണ്? യൂട്യൂബർ ആയിട്ടുള്ള ഈ പറയുന്ന നമ്മുടെ അനീഷിനെ കോൺടാക്ട് ചെയ്തു പുള്ളിക്കാരനോട് സംസാരിച്ചു. അത് അനീഷ് എടുത്തിട്ടു, സോഷ്യൽ മീഡിയ വീണ്ടും ചർച്ചയ്ക്ക് എടുത്തു ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അവിടെയും നിങ്ങൾ ക്രൂശിക്കുന്നത് ആരെയാണ് അച്ചോ? സത്യത്തിൽ നിങ്ങൾ കിച്ചുവിനെ ഒരിക്കലും വിടാൻ ഭാവമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു ഉയർന്നു വരുന്നത് കണ്ടിട്ട് ചിലർക്കൊന്നും സഹിക്കുന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അതായത് ഈ പറയുന്ന കിച്ചു ഒരു ദ്രോഹവും ആർക്കും വേണ്ടി ചെയ്തിട്ടില്ല. പുള്ളിക്കാരന്റെ ചെറുപ്പത്തിലെ പുള്ളിക്കാരൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കാം, കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ടീനേജ് പ്രായത്തിൽ. കാരണം ആ ഒരു പുള്ളിക്ക് അമ്മയുടെ സ്നേഹമോ അച്ഛന്റെ കരുതലോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന സുധി തീരെ ചെറുപ്പത്തിൽ ഈ പറയുന്ന കിച്ചുവിനെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന സമയത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ പോകുന്നിടത്ത് കൊണ്ടുപോയിട്ട് സ്റ്റേജിന്റെ പിന്നാമ്പുറത്ത് തൊട്ടിൽ കെട്ടി കിടത്തി ഉറക്കിയിട്ടുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സോഷ്യൽ മീഡിയ വഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അച്ഛന്റെ സ്നേഹം ആ ഒരു ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് രേണു എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം കിച്ചുവിന് വലിയ പരിഗണനയൊന്നും അവിടെ കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ടുള്ളത്. കാരണം ഈ പറയുന്ന രേണു തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന രേണുവും സുധിയും തമ്മിൽ 15 വയസ്സോ മറ്റോ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഒരു മകളെ പോലെയാണ് സ്നേഹിക്കുന്നത്, മകളുടെ വാത്സല്യമാണ് കിട്ടിയിട്ടുള്ളത് സുധിയിൽ നിന്നും എന്നൊക്കെ പറഞ്ഞിട്ട് രേണു തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയാലും ആ ഒരു അമ്മ അടുത്തില്ലെങ്കിലുള്ള ആ ഒരു ഗ്യാപ്പ് ഏതൊരു കുട്ടിക്കും അത് അമ്മ ഇല്ലാത്ത കുട്ടികൾക്കേ പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് ഈ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന കിച്ചു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ടീനേജ് പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം. അവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രഗ്സ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ആ ഒരു വിഷയം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നീട് വീണ്ടും അതെടുത്തിട്ട് ഇങ്ങനെ ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഫാദർ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഫാദർ എയറിൽ പോയത് തന്നെയായിരുന്നു. എന്നിട്ട് ഇതേ വീണ്ടും ഫാദർ വന്നിരിക്കുകയാണ്. ഫാദറിന് ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ സായി ഒരു കാര്യം പറയുമ്പോൾ അതിൽ കിച്ചിനെ വലിച്ചിടേണ്ട കാര്യമില്ല. ഇപ്പോഴും ഫാദർ പറയുന്നതെന്ന് പറഞ്ഞാൽ അണ്ണാക്കിൽ കമ്പൗണ്ട് കുത്തി തന്നാല് ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നത് തന്നെയാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഇത് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് ബിഷപ്പുമാരുണ്ട്, അവരാരും ഇതുപോലെ ഈ പറയുന്ന ഫാദറിനെ പോലെ ഇന്റർവ്യൂവും കൊടുത്ത് മറ്റുള്ളവരുടെ ചാനലിന്റെ അടിയിൽ പോയി കമന്റും ഇട്ട് മറ്റുള്ളവരെ വിളിച്ച് വോയിസ് കോളും കൊടുത്ത് നടക്കുന്ന എത്ര ഫാദറിനെ നമുക്കറിയാം. ശരിക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ഫാദറിനെ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന തെറ്റ് വളരെ വലുതാണ്, അത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. പണ്ടെപ്പോഴോ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇന്നവൻ മര്യാദയ്ക്ക് ജീവിക്കുകയാണ്. അവൻ ഇപ്പോൾ ലിക്കറൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു.
ആ പയ്യന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് പയ്യൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അവനൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമുണ്ട് അവന്. അതുപോലെ തന്നെ അവൻ അത്യാവശ്യം ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും വല്ലപ്പോഴും എങ്കിലും ആളുകൾ വിളിക്കുന്നുണ്ട്, പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആ ഒരു പയ്യൻ ജീവിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ആ ഒരു പയ്യൻ പുതിയൊരു ബിസിനസ്, എന്തോ ടീഷർട്ടിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു പുതിയ ബിസിനസ് എന്തായാലും പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വഴി ആ ഒരു പയ്യൻ എങ്ങനെയെങ്കിലും ജീവിച്ച് വരട്ടേന്നേ. എന്തിനാണ് നിങ്ങളൊക്കെ ചേർന്നിട്ട് ആ ഒരു ചെക്കനെ ഇങ്ങനെ ക്രൂശിക്കാനായിട്ട് നിൽക്കുന്നത്? ഒരു പിടികിട്ടാ പ്രതിയോ അല്ലെങ്കിൽ ഒരു കാപ്പ കേസിലെ പ്രതിയോ ഒന്നും അല്ല കിച്ചു. പിന്നെ എന്തിനിങ്ങനെ നിങ്ങളൊക്കെ കൂടി ചേർന്ന് വിടാതെ പിന്തുടരുന്നത്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്തിനാണ് ഫാദർ നോബൽ ഫിലിപ്പ് ആ ഒരു പയ്യന്റെ പേരെടുത്തിടുന്നത്? നിങ്ങൾക്ക് നാണമാവുന്നില്ലേ അച്ചോ? ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളെപ്പോഴും രേണുസുതിക്ക് ആരുമില്ല, വിധവയാണ്, അനാഥയാണ്, പാവം സഹോദരി എന്നൊക്കെ പറയുന്നില്ലേ? അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, സഹോദരി ഭർത്താവുണ്ട്. അങ്ങനെ അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പുറത്തുണ്ട് അവർക്ക്. പക്ഷെ ഈ ഒരു പയ്യൻ ആരാണുള്ളത്? അവൻ എന്ത് സുരക്ഷിതത്വത്തിലാണ് വളർന്നു വന്നത്? അപ്പോൾ ആ ഒരു പയ്യൻ പണ്ടൊരു തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അവന്റെ ഈ ഒരു ലൈഫ് മുഴുവൻ അവനെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ വിരോധമുണ്ടെങ്കിൽ അവിടെ അവനെ വലിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ്? ശരിക്കും ഇതൊരു ബിഷപ്പിന് യോജിച്ച പ്രവൃത്തിയേ അല്ല. ഇപ്പോൾ സായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സായിയുടെ മാത്രം പ്രശ്നമാണ്. അതിന് നിങ്ങൾ എന്തിനാണ് ആ ഒരു ചെക്കനെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചിടുന്നത്? നിങ്ങൾക്കറിയാവുന്ന എന്തൊക്കെയോ ആ ഒരു പയ്യനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് സ്റ്റാൻഡേർഡ് ആണുള്ളത്, നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ നിങ്ങൾ വന്നിട്ട് ഒരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചുവിനെ നിങ്ങൾ എന്തോ താക്കീത് കൊടുത്തതാണ്, ഉപദേശം കൊടുത്തതാണ് എന്നൊക്കെ. നിങ്ങൾ ചെയ്യുന്നത് മൊത്തം റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇപ്പോൾ ഇത്രയും വലിയ ഒരു സ്ഥാനത്തിരിക്കുന്ന ഫാദർ നോബൽ ഫിലിപ്പിനെ നിങ്ങൾ എന്ന് പറഞ്ഞ് സംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്രത്തോളം വിരോധം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അച്ചോ എന്നൊക്കെ വിളിച്ച്, ഫാദറെ എന്നൊക്കെ വിളിച്ച് വളരെ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കാനായിട്ട് തോന്നുന്നില്ല. അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്, കാരണം നമുക്കും മക്കളൊക്കെ ഉള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു കിച്ചു എന്ന് പറയുന്ന പയ്യൻ അനുഭവിച്ച ആ വേദനകൾ, അല്ലെങ്കിൽ ആ ഒരു പയ്യൻ അച്ഛന്റെയും അമ്മയുടെയും സപ്പോർട്ട് ഇല്ലാതെ അച്ഛന്റെയും അമ്മയുടെയും മധ്യത്തിൽ കിടന്ന് വളരാത്തതിന്റെ ആ ഒരു സങ്കടം ആ ഒരു പയ്യൻ എത്രത്തോളം ഉണ്ട് എന്ന് ഒരു പക്ഷേ ഫാദറിന് മനസ്സിലാവാതെ പോകുന്നത്. ഫാദറിന് മകനുണ്ടോ മകളുണ്ടോ, ഫാദർ വിവാഹിതനാണോ എന്ന് എനിക്ക് അറിയില്ല. ഒരു പക്ഷേ അല്ലെങ്കിൽ ഫാദറിന് സ്വന്തമായിട്ടൊരു കുഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഫാദറിന് അത് മനസ്സിലാവാതെ പോകുന്നത്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ആ ഒരു കിച്ചു എന്ന് പറയുന്ന പയ്യനെ വെറുതെ വിടുക. നിങ്ങൾക്കൊക്കെ എന്ത് പറഞ്ഞാലും നിങ്ങളുടെയൊക്കെ വാശിയും വിദ്വേഷവും തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ആരോടെങ്കിലും ഉള്ള ദേഷ്യമുണ്ടെങ്കിൽ അത് ഒതുക്കാൻ വേണ്ടിയിട്ട് ആർക്കും അടി കൊടുക്കാനുള്ള ഒരു വടിയല്ല കിച്ചു. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീണ്ടും സ്വയം ഏറിൽ പോവാൻ അച്ഛനൊരു ഉളുപ്പും ഇല്ലായിരിക്കാം. പക്ഷെ അതിന് നിങ്ങൾ ആ ഒരു പയ്യനെ പിടിച്ചിടേണ്ട കാര്യമില്ല. എന്താ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആദ്യം കിച്ചുവിനെ പറ്റിയിട്ട് കുറ്റമൊക്കെ പറഞ്ഞു, പിന്നീട് അതേക്കുറിച്ചിട്ട് ചർച്ച ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ കിച്ചു എന്തോ മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചെന്നോ, അങ്ങനെ പോലീസ് കേസായി, ആ ഒരു വണ്ടി പോലീസുകാർ പിടിച്ചെടുത്തു, പിന്നീട് ഇതുവരെയും ആ ഒരു വണ്ടിയെ പറ്റിയിട്ട് കിച്ചു തിരക്കിയില്ല, ആ ഒരു വണ്ടി തിരിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചില്ല. അപ്പൊ അതിന്റെ പേരിൽ പോലീസുകാർ അച്ഛനെ വിളിക്കുന്നു, പോലീസുകാർ പല കാര്യങ്ങളും അച്ഛനോട് പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നൊക്കെ അച്ഛൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അവൻ ആ വണ്ടി വേണ്ടെങ്കിൽ അവൻ പോട്ടെ, ആ വണ്ടിയുടെ പുറകെ അവൻ പോകുന്നില്ല. പിന്നെ അച്ഛനെ പോലീസ് വിളിച്ചു ശല്യപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതൊരു സ്ഥലത്തായാലും എവിടെയായാലും ഒരു വിഷയം ഉണ്ടാവുമ്പോൾ പോലീസുകാർ വന്ന് തിരക്കുന്നത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലുള്ള വീടുകളിലായിരിക്കും, തൊട്ടടുത്തുള്ള അയൽക്കാരടുത്തൊക്കെ ആയിരിക്കും പോലീസുകാർ വന്ന് എൻക്വയറി നടത്തുന്നത്. അത് സ്വാഭാവികം മാത്രമാണ്. അത് ഫാദർ നോബൽ ഫിലിപ്പ് ആയതുകൊണ്ടല്ല ചോദിക്കുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ ആ ഒരു പെരേടം കൊടുത്തത് കൊണ്ടല്ല നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ അവിടുത്തെ അയൽക്കാരനായതുകൂടി കൊണ്ടാണ്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ഈ പറയുന്ന ഫാദറിനോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് നിങ്ങൾ പറഞ്ഞത് ഈ പറയുന്ന വാഹനത്തിന്റെ ആ ഒരു വിഷയം, ഡ്രഗ്സ് അല്ല, ലിക്കർ അടിച്ച് വാഹനം ഓടിച്ച ആ ഒരു വിഷയമാണ് നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതേ വീണ്ടും പറയുകയാണ്, എന്തൊക്കെയോ നിങ്ങളെ വായിൽ എന്താ കമ്പ് കൊണ്ട് കുത്തിയാൽ നിങ്ങൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു നിങ്ങൾ പറയുന്നു. ശരിക്കും എന്താണ് അതിന് വേണ്ടി നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്? ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നെങ്കിൽ എനിക്ക് അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഒരു നല്ലൊരു പാരന്റിങ് കിട്ടാത്തതിന്റെ ഫലമായിട്ട് ആ ചെക്കൻ ചിലപ്പോൾ രേണുവിനോടോ അവന്റെ ചേച്ചിയോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതൊരിക്കലും പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല. എന്നാൽ പോലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ പോലും ആ ഒരു കാലമൊക്കെ എത്രയോ പോയി. ഇപ്പൊ അവൻ നല്ല കുട്ടിയായിട്ട് ജീവിക്കുകയാണ്. ഒരാൾ പണ്ടെപ്പോഴോ ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ ജീവിതകാലം മൊത്തം ആ ഒരു തെറ്റിന്റെ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് അവൻ നല്ല കുട്ടിയായിട്ട് ജീവിക്കുമ്പോൾ പിന്നീട് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി രമ്യയോടായാലും അവന്റെ രേണുവിനോടായാലും എന്തെങ്കിലും മോശമായി അഥവാ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എത്രയോ തവണ അമ്മയും മോനും എന്ന് പറഞ്ഞ് ഭയങ്കര സ്നേഹമായിട്ട് ഇവര് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ഈ കിച്ചുവും രേണുവും ഒരുമിച്ച് ഈ രേണു കിച്ചുവിനെ ഹഗ് ചെയ്യുകയും ഈ ചാനലിൽ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് അമ്മയും മകനും എന്നുള്ള സ്നേഹമാണ്. അപ്പോൾ പിന്നെ അവർ തമ്മിൽ അങ്ങനെ ഈ പറയുന്ന കിച്ചു ഒരു മോശമായിട്ട് രേണുവിനോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമാണ് കേട്ടോ, അങ്ങനെ ഉണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെ പിന്നീട് രേണുവിന് ചെയ്യാൻ സാധിക്കുമോ? ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കഴിഞ്ഞില്ലേ, അങ്ങനെ വല്ലതും കൂടിപ്പോയാൽ അങ്ങനെ ആ ഒരു വിഷയമായിരിക്കും അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഇരുന്ന് പറയാനായിട്ട്. എന്തായാലും എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ കഴിഞ്ഞു.
ഇപ്പോ ആ ഒരു പയ്യൻ നല്ല മാന്യനായിട്ട് ജീവിക്കുകയാണ്. എന്നിട്ടും അയാളെ വിടാതെ ഇങ്ങനെ പിന്തുടരുന്നുണ്ടെങ്കിലുണ്ടല്ലോ, എന്തായാലും എല്ലാവരെയും നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരാൾ തന്നെ സമൂഹത്തിൽ വന്ന് ഇത്രയധികം അധപ്പതിച്ച് പോകുന്നു എന്ന് ഓർക്കുമ്പോഴത്തേക്ക് കഷ്ടം തോന്നുകയാണ്. എന്നിട്ട് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഈ പറയുന്ന അച്ഛൻ ചെയ്യുന്ന ഏറ്റവും മോശം ഒരു എന്താണ്, ഫാദർ നോബൽ ഫിലിപ്പിനെ ക്വാളിറ്റി ഇല്ലാതെ ആക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഞാനൊക്കെ ഒരാൾക്ക് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തത് തന്നെയാണ്, പിന്നീട് അതിന്റെ പുറകിലോട്ട് പോവാറില്ല. അതായത് ഛർദ്ദിച്ചത് തന്നെ ഭക്ഷിക്കുന്നത് നല്ല സ്വഭാവമല്ല. അങ്ങനെ നമ്മൾ ആരും ചെയ്യാറുമില്ല. ഒരാൾക്ക് ഒരു വസ്തു കൊടുത്തു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇത്രയും 2 വർഷമോ 3 വർഷമോ ആവാൻ പോകുന്നു, എന്നിട്ടും ആ ഒരു വസ്തുവിന്റെ അവകാശി ഞാനാണ് എന്ന് പറഞ്ഞിട്ട് എന്തിനും ഏതിനും ക്യാമറകൾക്ക് മുന്നിൽ വന്ന് നിൽക്കാൻ ഉളുപ്പില്ലയോ എന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഫാദറിനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഫാദറിന്റെ പ്രവൃത്തി മൂലം പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഫാദറിനോട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ തട്ടിക്കളിക്കാനും നിങ്ങൾക്കൊക്കെ ഇട്ട് അമ്മാനമാടാനും ഉള്ള ഒന്നല്ല കിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്തായാലും സമൂഹത്തിലുള്ളവര് ഇപ്പോൾ ഫാദറിനെ നന്നായിട്ട് വെറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു പള്ളിയിലെ ഒരു അച്ഛന് പറ്റിയ ഒരു പ്രവൃത്തിയല്ല. സമൂഹത്തിലുള്ള എന്ത് തെറ്റുകൾ നടന്നു കഴിഞ്ഞാലും അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരാളാണ് അച്ഛൻ എന്ന് പറയുന്നത്. അവരെ ഉപദേശിച്ച്, തെറ്റ് ചെയ്യുന്നവരെ ഉപദേശിച്ച് നല്ല ഒരു എന്താണ് പറയുന്നത്, നല്ലൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നല്ല ഒരു ക്യാരക്ടറിലേക്ക് ആ തെറ്റിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരേണ്ട ആളാണ് ബിഷപ്പ്. പക്ഷേ ബിഷപ്പ് ചെയ്യുന്നത് എന്താണ്? ബിഷപ്പിന് തന്നെ ഒട്ടും ക്ഷമയില്ലെന്നേ. ഈ ഒരു ബിഷപ്പിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിഷപ്പിന് ഒട്ടും ക്ഷമയില്ല. ബിഷപ്പിനെതിരെ വാ തുറക്കുന്നവരുടെ വായടപ്പിക്കാനുള്ള പരിപാടികളാണ് ബിഷപ്പ് നോക്കുന്നത്, കേസായാലും കൂട്ടമായാലും. പക്ഷേ ബിഷപ്പിന്റെ കാര്യം വരുമ്പോൾ ബിഷപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഇന്ത്യയിലെ നിയമപ്രകാരം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പിന്നെ ബിഷപ്പിന് എന്താണ് പ്രശ്നം? ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ബിഷപ്പിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ് പറയുന്നത്, വലിയ വിശാലതയൊന്നും ഉള്ള മനസ്സിനുടമയല്ല ഈ ഒരു ബിഷപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുസുധിയുടെ അത്ര പോലും ഹൃദയ വിശാലത ഈ പറയുന്ന ബിഷപ്പിന് ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം രേണുസുധിയെ സോഷ്യൽ മീഡിയ ഇത്രയധികം വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടറൊക്കെ കൊണ്ട് തന്നെയാണ് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ പോലും പുള്ളിയുടെ അപ്പുറം കാണിക്കുന്ന ആളുകളുണ്ട് ഈ ലോകത്ത്. ഈ ലോകത്തെന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലും ഈ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ കിടന്ന് അഴിഞ്ഞാടുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എന്നിട്ട് പോലും രേണുസുധിയെ വിടാതെ പിന്തുടർന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരുടെ ഒന്നും മുന്നിൽ ഒരിക്കലും തല കുനിച്ചിട്ടില്ല രേണുസുധി. ഇപ്പോൾ ഈ ഒരു ക്യാൻസറിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്തും ഇപ്പോഴും അവരെ വിടാതെ പിന്തുടരുന്ന ആളുകളുണ്ട്. എന്നിട്ടും ഒരൊറ്റ കുഞ്ഞുങ്ങളുടെ മുന്നിൽ അവർ തലകുനിച്ച് കൊടുക്കുന്നില്ല. അവരവിടെ പിടിച്ചു നിൽക്കുകയാണ്, പവറായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോ അങ്ങനെ അവരെ ഒതുക്കാനായിട്ട് നിൽക്കുന്നവരെടുത്തും അവര് പൊരുതി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അല്ലാണ്ട് കേസിനും കൂട്ടത്തിനും പോയി മറ്റുള്ളവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നതേ ഇല്ല ഇവര്. അപ്പോ ഈ പറയുന്ന അച്ഛനാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? അച്ഛനെതിരെ ഒരു 10 വട്ടം ശബ്ദിക്കുമെങ്കിൽ അച്ഛൻ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് കേസിന് പോകാനായിട്ട് തയ്യാറാവും. ശരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രേണുസുധിക്കുള്ള ആ ഒരു മനോധൈര്യം അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു മനസ്സിന്റെ കട്ടി പോലും ഈ ഒരു അച്ഛനില്ല എന്ന് പറയേണ്ടിയിരിക്കും. അപ്പൊ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അതേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങി അതും ഇതുമൊക്കെ പറഞ്ഞ് എന്തിനാണ് അച്ഛോ നിങ്ങളുടെ ഉള്ള വില നിങ്ങൾ കളയുന്നത്? ഇപ്പൊ തന്നെ കളഞ്ഞു കുളിച്ചിട്ടുണ്ട്, ഇനി വീണ്ടും 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 എയറിൽ പോകാനായിട്ട് എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ, അതായത് ഈ ഒരു അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രേണുസുധി പറയുന്നതാണ് കേട്ടോ. ഞാൻ ഇതൊന്നും കാണുന്നില്ല, ഞാൻ ഇതൊന്നും നോക്കുന്നില്ല, പക്ഷെ എനിക്ക് പലരും ഇത് കൊണ്ടൊന്ന് കാണിച്ചു തരുന്നു, അപ്പോഴാണ് നോക്കുന്നത്. അങ്ങനെ കാണിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ എന്തിനാണ് അച്ഛോ കാണാനായിട്ട് ഇരിക്കുന്നത്? ആ സമയത്ത് പറഞ്ഞൂടെ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണണ്ട, അവരെന്തെങ്കിലും പണ്ടാരടങ്ങിയിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞങ്ങ് കളഞ്ഞൂടെ? അതല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ ഏറിൽ കയറാൻ മാത്രമേ അച്ഛന്റെ ഈ പ്രതികരണം കൊണ്ട് ഉപകരിക്കത്തുള്ളൂ. അല്ലാതെ അതുകൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ അച്ഛൻ തന്നെ ചിലപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ കാണുന്നതാണ് എന്ന്. എന്തിനാണ് തമ്പനയിൽ കാണുമ്പോൾ ചാടി കയറി ക്ലിക്ക് ചെയ്യുന്നത്? അപ്പൊ അതുകൊണ്ടല്ലേ അച്ഛന് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് അച്ഛന്മാരെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിലും, ഒരുപാട് ഉസ്താദ്മാരെ കാണുന്നുണ്ട്, ഒരുപാട് പൂജാരിമാരെ കാണുന്നുണ്ട്. ഇവരാരും വന്നിട്ട് ഇങ്ങനെ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ഇന്റർവ്യൂവും കൊടുത്ത് അഭിപ്രായവും പറഞ്ഞ് എന്തിനും ഏതിനും ചാടി കയറി ഇടപെടാനൊന്നും നിൽക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ന് കൊല്ലം സുധിയുടെ മക്കൾക്ക് വസ്തു കൊടുത്തത് അച്ഛൻ ആളാവാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് കമന്റ് ബോക്സുകളിലൊക്കെ. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ ഈ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അവരായി അവരുടെ ഫാമിലിയായി. അച്ഛന് വേണമെങ്കിൽ രേണുവിനെയും ഫാമിലിയെയും ഇരുത്തി കിച്ചുവിനെയും വിളിച്ച് ഒരു ഒത്തുതീർപ്പ് അവിടെ ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു അമ്മയും മകനും അല്ലെങ്കിൽ ആ ഒരു മകനും ആ ഒരു സഹോദരൻ കുഞ്ഞും കൂടി, അതായത് കിച്ചുവിന്റെ അനിയനും കൂടിയുള്ള ആ ഒരു ബന്ധം ദൃഢമാക്കാം. രേണു പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ, എന്റെ കുഞ്ഞിന് ഞാൻ മാത്രമാണ് അവകാശി, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ സഹോദരി ഭർത്താവിനും മാത്രമാണ് അവകാശം എന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ വാക്യത്ത് എന്താ പിരിവെട്ടിപ്പോയോ? അച്ഛൻ ആ ഒരു സമയത്ത് പ്രതികരിച്ചുകൂടായിരുന്നോ? ആ ഒരു സമയത്ത് അവരുടെ ഫാമിലി ചെന്നിട്ട് അങ്ങനെ പറയരുത് രേണു, ശരിയല്ല, സഹോദരങ്ങളെ തമ്മിൽ അകറ്റുന്നത് ശരിയല്ല, ആ ഒരു ഋതപ്പന്റെ കൂടപ്പിറപ്പാണ് കിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കരുതോ? അതൊന്നും അല്ലല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മയെയും മോനെയും അവർ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പോലും അവരെ ഒരുമിപ്പിക്കാൻ നോക്കുന്നതിന് പകരം അച്ഛൻ ചെയ്യുന്നത് എന്താണ്? ഒരു ഫാദറിന് ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക് പറ്റിയ പരിപാടിയാണോ ചെയ്യുന്നത്? ആദ്യം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അച്ഛനൊന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഈ ഒരു ചർച്ച അച്ഛനങ്ങ് നിർത്തുക,
അച്ഛൻ്റെതായിട്ട് ഒരുപാട് ജോലികളുണ്ടല്ലോ, പ്രാർത്ഥനകളും അതുപോലെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക. വെറുതെ ഏത് നേരവും ഫോണും എടുത്ത് തുറന്നു വെച്ചുകൊണ്ടിരുന്നിട്ട് ആരച്ഛനെ വിമർശിക്കുന്നു എന്ന് പറയുന്നു എന്ന് നോക്കിയിട്ട് അതിനെല്ലാത്തിനും മറുപടിയും കൊടുത്തിട്ട് കണ്ട യൂട്യൂബ് ചാനലുകാരെ മൊത്തം വിളിച്ച് അവരുമായിട്ടും സംസാരിച്ചിട്ട് കുറെ ഇന്റർവ്യൂവും കൊടുത്തിട്ട് സ്വയം പേര് നശിപ്പിച്ച് കളയാതിരിക്കച്ചോ. ഒരു ജന്മമല്ലേ ഉള്ളൂ, എന്തിനാണ് വെറുതെ നിങ്ങൾ ഈ ഒരു സ്ഥാനത്തിരുന്നിട്ട് നിങ്ങളുടെ പേരും കൂടി ഉള്ളതും കൂടി നശിപ്പിച്ച് കളയുന്നത്? കഷ്ടം തന്നെ.